19-കാരിയായ അണ്ണാ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. പോലീസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച എഫ്ഐആർ വിവരങ്ങൾ വെളിപ്പെടുത്തിയതിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയ്ക്ക് അതിജീവിതയ്ക്ക് 25 ലക്ഷം രൂപ ഇടക്കാല നഷ്ടപരിഹാരം നൽകാൻ സംസ്ഥാനത്തോട് ഉത്തരവിട്ടു. എഫ്ഐആറിലുണ്ടായ പിഴവുകളും പ്രത്യേക സംഘം അന്വേഷിക്കും. പെൺകുട്ടിയുടെ പഠന ചെലവുകൾ ഒഴിവാക്കാനും കോടതി ഉത്തരവിട്ടു. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ വസ്തുത അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പെൺകുട്ടിക്കും കുടുംബത്തിനും സംരക്ഷണം നൽകാനും കോടതി പോലീസിന് നിർദ്ദേശം നൽകി. ജസ്റ്റിസ് എം സുബ്രഹ്മണ്യം, ജസ്റ്റിസ് ലക്ഷ്മിനാരായണൻ എന്നിവരുടെ ബെഞ്ചാണ് അന്വേഷണത്തിൽ വിവിധ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയത്. സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് സംസ്ഥാനത്തിന്റെയും സമൂഹത്തിന്റെയും ചുമതലയാണ്. എഫ്ഐആർ ചോർന്നത് കുട്ടിയെ മാനസികമായി വേദനിപ്പിച്ചു. അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ പെൺകുട്ടി പീഡനത്തിനിരയായ സംഭവത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിച്ച മദ്രാസ് ഹൈക്കോടതി അവധിക്കാല ബെഞ്ച് ഇന്നും പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത കേസിലെ എഫ്ഐആറിൽ പെൺകുട്ടിയുടെ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെട്ടത് പോലീസിന്റെ വലിയ പിഴവാണ്. കേസിലെ പ്രാഥമിക അന്വേഷണം നടക്കുമ്പോൾ തന്നെ കമ്മീഷണർ മാധ്യമങ്ങളെ കണ്ടത് എന്ത് അടിസ്ഥാനത്തിലാണെന്നും കോടതി ആരാഞ്ഞു. പെൺകുട്ടിയെ മോശക്കാരിയായി ചിത്രീകരിക്കുന്ന പല പരാമർശങ്ങളും എഫ്ഐആറിലുണ്ട്. പെൺകുട്ടിയെ എന്തിനാണ് വേട്ടയാടാൻ അനുവദിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. കേസ് അന്വേഷിക്കാൻ വനിതാ പോലീസിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിച്ച കോടതി എഫ്ഐആറിൽ സംഭവിച്ച പോലീസിന്റെ ഓരോ പിഴവും അന്വേഷിക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചു. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.